ഇന്നത്തെ ഈ സെഷനിൽ എടുക്കാൻ പോണത് കമ്പ്യൂട്ടർ സയൻസ് പ്ലസ് ടു കൊമേഴ്സ് ചാപ്റ്റർ 4 വെബ് ടെക്നോളജി. അതിൽ ടാഗുകൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു 3-4 ടാഗും കൂടി നമുക്ക് നോക്കാം. സൂപ്പർസ്ക്രിപ്റ്റ്, സബ്സ്ക്രിപ്റ്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന ടാഗുകൾ, ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ്സ് ഏതൊക്കെയാണ്, ബ്ലോക്ക് കോട്ട്, ക്യൂ ടാഗ് എന്താണ്, പ്രീ ടാഗ് എന്താ, അഡ്രസ് ടാഗ് എന്താ. ഈ ടാഗുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് മിസ് അതിൻ്റെ തിയറി പോർഷൻസ് അല്ല, എല്ലാം പ്രോഗ്രാം വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. കാരണം പ്രോഗ്രാമിലൂടെ പറഞ്ഞു തന്നാൽ തന്നെ മനസ്സിലാവുന്നത് അത്രയേ ഉള്ളൂ. പിന്നെ പ്രത്യേകിച്ച് ഈ ടാഗുകൾക്കൊന്നും ആട്രിബ്യൂട്ട്സ് ഒന്നും പഠിക്കാനില്ല. അപ്പോൾ അതുകൊണ്ട് ഓരോ ടാഗ് എങ്ങനെ യൂസ് ചെയ്യണേ എന്നുള്ളത് പ്രോഗ്രാമിലൂടെ നമുക്ക് കാണാം. ആദ്യം സൂപ്പർസ്ക്രിപ്റ്റ്, സബ്സ്ക്രിപ്റ്റ് ടാഗുകൾ. എന്താണ് ഈ സൂപ്പർസ്ക്രിപ്റ്റ്, എന്താണ് സബ്സ്ക്രിപ്റ്റ് എന്ന് നോക്കാം. അപ്പോൾ സൂപ്പർസ്ക്രിപ്റ്റ്, സബ്സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ്, സബ്സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ H2SO4, കെമിസ്ട്രിയിലൊക്കെ നമ്മൾ H2SO4 എന്ന് എഴുതുമ്പോൾ എച്ചിൻ്റെ താഴെയാണ് 2 എഴുതുക, SO4ൻ്റെ 4 ബേസ് താഴെ ഇട്ട് എഴുതുക. അങ്ങനെ താഴെ എഴുതുന്നതിനെയാണ് നമ്മൾ സബ്സ്ക്രിപ്റ്റ് എന്ന് പറയാം. ഇനി മാത്സിൽ A² + B², A² 2 മോഡൽ എഴുതുക. അങ്ങനെ മോഡൽ എഴുതുന്നതിനെയാണ് സൂപ്പർസ്ക്രിപ്റ്റ് എന്ന് എഴുതുക. അപ്പോൾ നമുക്ക് സൂപ്പർസ്ക്രിപ്റ്റായിട്ടും സബ്സ്ക്രിപ്റ്റായിട്ടൊക്കെ നമ്മളുടെ HTML എഴുതേണ്ട ചില സാഹചര്യങ്ങൾ വരുമ്പോൾ അതെങ്ങനെയാണ് നമ്മളത് കൈകാര്യം ചെയ്യുക. അപ്പോൾ സൂപ്പർസ്ക്രിപ്റ്റ് ആണ് എന്ന് പറഞ്ഞാൽ, സൂപ്പർസ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ മുകളിലും, സബ്സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ താഴെയും. സൂപ്പർസ്ക്രിപ്റ്റ് ആണ് എഴുതുന്നതെങ്കിൽ നമ്മൾ SUP എന്നാണ് ടാഗ് യൂസ് ചെയ്യുക. സബ്സ്ക്രിപ്റ്റ് ആയിട്ടാണ് എഴുതുന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗ് SUB, സബ് എന്നാണ് യൂസ് ചെയ്യുക. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിന് പ്രത്യേകിച്ച് ലോജിക്കൊന്നുമില്ല. ഏതാണോ നമുക്ക് സൂപ്പർസ്ക്രിപ്റ്റ് ആയിട്ട് വേണ്ട ആ ടേം SUPയുടെ ഉള്ളിൽ എഴുതുക. ആവശ്യം കഴിയുമ്പോൾ SUP ക്ലോസ് ചെയ്യുക. ഏത് പർട്ടിക്കുലർ ടേമാണോ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് വരേണ്ടത് ആ ടേം മാത്രം SUB ഓപ്പൺ ചെയ്യുക, അതിൻ്റെ ഉള്ളിൽ ആ ടേം എഴുതുക, SUB ക്ലോസ് ചെയ്യുക. അപ്പോൾ ആ പർട്ടിക്കുലർ കാര്യം മാത്രം നമുക്ക് സൂപ്പർസ്ക്രിപ്റ്റോ സബ്സ്ക്രിപ്റ്റോ ആയിട്ട് വരും. അപ്പോൾ നമ്മൾ എന്താണ്, HTML ടാഗ് ഈ പ്രോഗ്രാം നോക്കി HTML എഴുതി, ഹെഡിൽ നമുക്ക് ഹെഡിങ് നടുക്ക് വരാൻ വേണ്ടി H1 അലൈൻ = സെൻറ്റർ എന്ന് എഴുതി കൊടുത്ത്, അത് കഴിഞ്ഞിട്ട് ഹെഡിങ് സൂപ്പർസ്ക്രിപ്റ്റ്സ് ആൻഡ് സബ്സ്ക്രിപ്റ്റ്സ് എന്ന് എഴുതി, താഴെ വരാൻ വേണ്ടിയിട്ട് BR ടാഗ് യൂസ് ചെയ്ത് ഹെഡ് ടാഗ് അവിടെ ക്ലോസ് ചെയ്തു. ബോഡി ടാഗിൻ്റെ ഉള്ളിൽ സൂപ്പർസ്ക്രിപ്റ്റ് ഫോർമാറ്റ് എന്ന് വെറുതെ ഒന്ന് എഴുതി കൊടുത്തേക്കുക. H2SO4, H2 താഴെ വരണം, SO4 താഴെ വരണം. അപ്പോൾ താഴെ വരാൻ വേണ്ടി H സാധാ പോലെ എഴുതണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ H എന്ന് എഴുതി കൊടുത്ത്, ഏതാണോ താഴെ വരേണ്ടത് 2 ആണ്. അപ്പോൾ 2 എഴുതുന്നതിന് മുമ്പ് SUB എന്ന് എഴുതി കൊടുക്കും, 2 എഴുതും, അത് കഴിഞ്ഞ് SUB ക്ലോസ് ചെയ്യും. കാരണം SO സാധാ പോലെ വരേണ്ടത്. അപ്പം 2 മാത്രം സബ്സ്ക്രിപ്റ്റ് ആയിട്ട് വന്നാൽ മതി. അതുകൊണ്ട് 2 മാത്രം SUBയുടെ ഉള്ളിൽ കൊടുത്ത്, അത് കഴിഞ്ഞ് SO എഴുതി, വീണ്ടും 4 എന്ത് വരണം, സബ്സ്ക്രിപ്റ്റ് ആയിട്ട് വരണം. അപ്പോൾ വീണ്ടും SUB എന്ന് എഴുതി, 4 എഴുതി, SUB ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ H2SO4ൽ 2ഉം 4ഉം മാത്രം സബ്സ്ക്രിപ്റ്റ് ആയിട്ട് വരണം. അപ്പോൾ അത് മാത്രം ഓരോരോ സബ് ടാഗുകളിൽ എഴുതി കൊടുത്തു. അത് കഴിഞ്ഞ് BR എന്ന് വെച്ചാൽ നെക്സ്റ്റ് ലൈനിൽ വരാൻ വേണ്ടി. ഇനി സൂപ്പർസ്ക്രിപ്റ്റ് ആണെങ്കിൽ A² + B², 2 മോഡിൽ വരണം, Bയുടെ 2 മോഡിൽ വരണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, A സാധാ പോലെ വരണ്ടേ വരുന്നുള്ളൂ. അപ്പോൾ A എന്ന് എഴുതി, 2 മോഡിൽ വരാൻ വേണ്ടി SUP യൂസ് ചെയ്യുക. SUPയുടെ ഉള്ളിൽ 2 എന്ന് എഴുതി, SUP ക്ലോസ് ചെയ്ത്. അപ്പോൾ A 2 മോഡിൽ വരും. ഇനി പ്ലസും ബിയും സാധാ പോലെ തന്നെ വന്നാൽ മതി. അപ്പോൾ SUP ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് പ്ലസും ബിയും എന്ന് എഴുതി കൊടുത്ത്, അത് കഴിഞ്ഞ് വീണ്ടും 2 സൂപ്പർസ്ക്രിപ്റ്റ് ആയിട്ട് വരണം. അപ്പോൾ ഞാൻ SUPയുടെ ഉള്ളിൽ 2 എന്ന് എഴുതി, SUP ക്ലോസ് ചെയ്തു. അപ്പോൾ നമുക്കിത് ഔട്ട്പുട്ട് നോക്കാം. അതിന് മുമ്പ് ഞാൻ വേറെ ഒരെണ്ണം കൂടി നിങ്ങളെ ജസ്റ്റ് എഴുതി കാണിച്ചില്ല, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും. ഇനി മിക്സ് ചെയ്ത് എഴുതണം എങ്ങനെ. അതിന് മുമ്പ് ഇവിടെ എനിക്കിത് കഴിഞ്ഞിട്ട് എന്താണ് 2 ലൈൻ ബ്രേക്ക് വരണം. അതപ്പോൾ ഞാൻ ലൈൻ ബ്രേക്ക് കൊടുത്തു. ഇനി മിക്സ് ചെയ്തിട്ട് എഴുതാൻ വേണ്ടിയിട്ട്, മിക്സ് ചെയ്ത് എഴുതാന്ന് വെച്ചാൽ സൂപ്പർസ്ക്രിപ്റ്റ് സബ്സ്ക്രിപ്റ്റ് ഒരുമിച്ച് എഴുതാൻ വേണ്ടി. ഇപ്പം A3 B4, അതിൽ 3 സൂപ്പർസ്ക്രിപ്റ്റും 4 സബ്സ്ക്രിപ്റ്റ് ആയിട്ടും വരണം. അപ്പോൾ ഞാനതെങ്ങനെ കൊടുക്കാം,
മിക്സ് ചെയ്ത് വരാൻ വേണ്ടി A3B4 എന്ന് വരണം. അപ്പം ഞാനിത് മിക്സ് ചെയ്ത് എഴുതാൻ വേണ്ടി ഞാൻ ആദ്യം എഴുതാൻ പോവുക. എ സാധാ പോലെ എഴുതണം. അപ്പോൾ എ എന്തിൽ വെറുതെ എ എന്ന് എഴുതി കൊടുക്കും. അത് കഴിഞ്ഞിട്ട് 3 സൂപ്പർ സ്ക്രിപ്റ്റ് ആയിട്ട് വേണം. സൂപ്പർ സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ മുകളിൽ വരണം. അപ്പോൾ സൂപ്പർ സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടി SUP എന്ന് പറഞ്ഞ ടാഗ് യൂസ് ചെയ്യുക. SUP ടാഗ് യൂസ് ചെയ്ത് 3 എന്ന് എഴുതി കൊടുത്ത് SUP ക്ലോസ് ചെയ്ത് ഇനി B എന്ന് എഴുതി കൊടുത്ത് B ഇങ്ങും വരണ്ട. അപ്പോൾ അതുകൊണ്ട് B അങ്ങനെ തന്നെ എഴുതി കൊടുത്ത് ഇനി വീണ്ടും 4 സബ്സ്ക്രിപ്റ്റ് ആയിട്ട് താഴെ വരണം. സബ്സ്ക്രിപ്റ്റ് ആയിട്ട് വരുമ്പോൾ നമ്മൾ എന്തിനാകെ കൊടുക്കുക? SUB കൊടുക്കും. SUB എഴുതി കൊടുക്കും. 4 എഴുതും. 4 കഴിയുമ്പോൾ SUB ക്ലോസ് ചെയ്യും. ഇത്രയേ ഉള്ളൂ. ഇനി ഈ പ്രോഗ്രാം ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം? അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ H1 അലൈൻ ഈസ് ഈക്വൽ ടു സെൻറ്റർ. അലൈൻ സെൻറ്റർ കൊടുത്തിട്ട് ഈ എഴുതിയേക്കണ കണ്ടൻറ്റ് എല്ലാം കഴിഞ്ഞിട്ടാണ് H1 ക്ലോസ് ചെയ്തത്. കാരണം ഇതെല്ലാം ഇത്തിരി വലുതായിട്ട് വരാൻ വേണ്ടി ഞാൻ ഏറ്റവും അവസാനം H1 ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് ബോർഡിങ് ക്ലോസ് ചെയ്ത് HTML ക്ലോസ് ചെയ്ത്. ഇനി ഫയലിൽ ഈ പ്രോഗ്രാം ഒന്ന് സേവ് ചെയ്യാം. നമുക്ക് സേവ് ചെയ്യാം. SUB.html സേവ് ചെയ്യാം. HTML ഇതിനൊന്ന് എക്സിക്യൂട്ട് ചെയ്യാം. നോക്കിയേ, ഹെഡിങ് സൂപ്പർ സ്ക്രിപ്റ്റ്സ് ആൻഡ് സബ്സ്ക്രിപ്റ്റ്സ് എന്ന് ഹെഡിങ് വന്ന് സബ്സ്ക്രിപ്റ്റ് ഫോർമാറ്റിൽ H2SO4 H2 താഴെ വന്ന് SO4 താഴെ വന്ന് ഇതാണ് സബ്സ്ക്രിപ്റ്റ് ഫോർമാറ്റ്. യൂസ് ചെയ്ത ടാഗ് SUB. സൂപ്പർ സ്ക്രിപ്റ്റ് ഫോർമാറ്റ് A2B2ൻ്റെ A² + B² രണ്ട് മോഡിൽ വരാൻ വേണ്ടി A കഴിഞ്ഞ് SUP ഉപയോഗിച്ച് 2 എഴുതി +B കഴിഞ്ഞ് SUP ഉപയോഗിച്ച് 2 എഴുതിയപ്പോൾ അങ്ങനെ വന്നു. ഇപ്പം മിസ് നിങ്ങൾ എഴുതി കാണിച്ചു തന്നാൽ മിക്സിൽ A3B4 3 സൂപ്പർ സ്ക്രിപ്റ്റും 4 സബ്സ്ക്രിപ്റ്റും ആയിട്ട് വന്നെങ്കിൽ ഞാൻ SUP3 SUP ക്ലോസ് ചെയ്ത് B എഴുതി SUB4 SUB ക്ലോസ് ചെയ്തപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്ത് വന്നു. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കും. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്ത ടാഗാണ് ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ്. ഇത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെഷനാണ്. ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ്സ് ഏതൊക്കെയാണ്? ടാഗല്ല, കുറച്ചധികം ടാഗുകൾ നമുക്ക് നോക്കാനുണ്ട്. ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ എഴുതുന്ന കണ്ടൻറ്റുകളെ ഭംഗിയിലാക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമുക്കതിന് ചരിച്ചെഴുതണം, ബോൾഡായിട്ട് എഴുതണം, ഇറ്റാലിക്സ് ആയിട്ട് എഴുതണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗുകളാണ് ഉപയോഗിക്കുക. അപ്പോൾ അതിൽ ഏതൊക്കെ ടാഗുകളാണെന്ന് നോക്കാം. മീൻസ് ആദ്യം എൻ്റെ പേരുകളും അറിയാം. ബോൾഡാക്കാൻ B ടാഗ്, ബോൾഡ് എന്ന് പറഞ്ഞാൽ കട്ടിയിൽ എഴുതാൻ വേണ്ടി. അതുപോലെ തന്നെ ചരിച്ചെഴുതാനാണെങ്കിൽ U ടാഗ്, ചരിച്ചെഴുതാനാണെങ്കിൽ I ടാഗ്. അതുപോലെ തന്നെ അണ്ടർലൈൻ വരാനാണെങ്കിൽ U ടാഗ്. അതുപോലെ തന്നെ എന്താണ്, നല്ല ബിഗായിട്ട് ഫോണ്ട് വരാനാണെങ്കിൽ ബിഗ് എന്ന് പറഞ്ഞ ടാഗ് ഉണ്ട്. ഓൾറെഡി ഉള്ള കണ്ടൻറ്റിനേക്കാൾ കുഞ്ഞായിട്ട് വരാനാണെങ്കിൽ സ്മോൾ എന്ന് പറഞ്ഞ ടാഗ് ഉണ്ട്. അതുപോലെ തന്നെ എഴുതിയിരിക്കുന്ന കണ്ടൻറ്റിനെ ഒന്ന് സ്ട്രൈക്ക് ചെയ്യാനാണെങ്കിൽ S അല്ലെങ്കിൽ സ്ട്രൈക്ക് യൂസ് ചെയ്യാം. പിന്നെ B പോലെ തന്നെ ബോൾഡിന് പകരം നമുക്ക് Bക്ക് പകരം യൂസ് ചെയ്യാൻ പറ്റുന്ന വേറൊരു ടാഗാണ് സ്ട്രോങ് എന്ന് പറഞ്ഞ ടാഗ്. അതുപോലെ തന്നെ ഇറ്റാലിക്സിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടാഗാണ് EM എന്ന് പറഞ്ഞ ടാഗ്. അപ്പോൾ ഇത്രയും ടാഗുകളാണ് ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ്സ് എന്ന് പറയുക. അത് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ഏതെങ്കിലും 3-4-5 ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ്സ് വിത്ത് എക്സാമ്പിൾ ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത്രയും മാത്രം ഓർത്താൽ മതി. നിങ്ങൾ എഴുതുന്ന കണ്ടൻറ്റുകളെ കുറച്ചും കൂടി ഭംഗിയിലാക്കാനായിട്ടാണ് ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗുകൾ യൂസ് ചെയ്യുക. അപ്പോൾ ഓരോ ടാഗുകൾ ഏതൊക്കെയെന്ന് പേരുകൾ പഠിക്കുക. അതിന് പ്രത്യേകിച്ച് ആട്രിബ്യൂട്ട്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ടാഗ് എഴുതുക, കണ്ടൻറ്റ് എഴുതുക, ടാഗ് ക്ലോസ് ചെയ്യുക, അത്രയേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം, ഒരു കണ്ടൻറ്റിൽ തന്നെ ഇതെല്ലാം കൂടി നമുക്ക് നിരത്തി പിടിച്ച് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. അല്ലെങ്കിൽ വെവ്വേറെ ഓരോരോ കണ്ടൻറ്റിന് വെവ്വേറെ ടാഗുകളായിട്ട് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ്സിൻ്റെ പ്രോഗ്രാമിലോട്ട് കിടക്കാം. ഇതാണ് ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗുകൾ. അപ്പോൾ മിസ് അതെല്ലാം കൂടി വെവ്വേറെ ഓരോരോ ടാഗുകളായിട്ട് എഴുതി വെക്കുക. അപ്പോൾ ഇവിടെ ഇതുപോലെ തന്നെ HTML ഹെഡ് H1 അലൈൻ ഈസ് ഈക്വൽ ടു സെൻറ്റർ എന്ന് കൊടുത്ത് ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ്സ് എന്ന് ഹെഡിങ് കൊടുത്ത് ബ്രേക്ക് കൊടുത്ത് ഇനി ഹെഡ് ടാഗ് അവിടെ ക്ലോസ് ചെയ്ത് H1 ടാഗ് ഇപ്പോഴും ക്ലോസ് ചെയ്തിട്ടുള്ള ഇനി എല്ലാ കണ്ടൻറ്റും കുറച്ച് വലുതായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് H1 ടാഗ് അവിടെ ക്ലോസ് ചെയ്യാണ്ടിരുന്നത്. ഇനി ബോഡി ടാഗ് ഓപ്പൺ ചെയ്ത് ഒന്നാമത്തെ ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗാണ് B ടാഗ്. ടാഗ് എഴുതുക, B എന്നുള്ള ടാഗ് എഴുതുക. എഴുതുന്ന കണ്ടൻറ്റുകൾ ബോൾഡായിട്ട് വരാൻ വേണ്ടി.
നല്ല തിക്കായിട്ട് കട്ടിയിൽ നമ്മൾ ഹെഡിങ് ഒക്കെ കൊടുക്കണമെങ്കിൽ നമുക്ക് ബി ടാഗ് ഉപയോഗിക്കാം. ബി എന്ന് എഴുതി എന്താണോ എഴുതേണ്ട കണ്ടന്റ്, ഇവിടെ ഞാൻ ടെക്സ്റ്റ് ബോൾഡിന് വേണ്ടി ബി ടാഗാണ് യൂസ് ചെയ്യണതെന്ന് ഉള്ള കണ്ടന്റ് അവിടെ എഴുതി കൊടുത്ത് ബി ടാഗ് അവിടെ ക്ലോസ് ചെയ്ത്. അപ്പോൾ എന്ത് കണ്ടന്റ് ആണോ ബോൾഡ് ആവേണ്ടത് ആ കണ്ടന്റ് ബി ടാഗുകളുടെ ഉള്ളിൽ എഴുതി കൊടുക്കണം. അപ്പോൾ ടെക്സ്റ്റ് ബോൾഡ് ബി ടാഗ് നിന്ന് ബോൾഡായിട്ട് വരാൻ വേണ്ടി ബി ടാഗ് ഓപ്പൺ ചെയ്ത് കണ്ടന്റ് എഴുതി കൊടുത്ത് ബി ടാഗ് അവിടെ ക്ലോസ് ചെയ്ത് ബി ആർ നെക്സ്റ്റ് ലൈനിൽ വരാൻ വേണ്ടി. അപ്പോൾ ഒന്നാമത്തെ ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗാണ് ബി ടാഗ്. രണ്ടാമത്തേതാണ് ഐ ടാഗ്. ഐ ടെക്സ്റ്റ് ഇറ്റാലിക്സ്, ചരിച്ച് ഇറ്റാലിക്സ് ഫോണ്ടിൽ എഴുതി വരാൻ വേണ്ടിയാണ് ഐ ടാഗ്. അപ്പോൾ ഐ ടാഗ് ഓപ്പൺ ചെയ്യുക, ഇറ്റാലിക്സിൽ വേണ്ട കണ്ടന്റ് എന്താണോ അത് എഴുതി കൊടുക്കുക, ഐ ടാഗ് അവിടെ ക്ലോസ് ചെയ്യുക. ഇതിന് പ്രത്യേകിച്ച് ലോജിക്കൊന്നുമില്ല, ജസ്റ്റ് ടാഗ് ഓപ്പൺ ചെയ്യുക, കണ്ടന്റ് ചെയ്ത് ടാഗ് ക്ലോസ് ചെയ്യുക, ബി ആർ ടാഗ് വെച്ച് രണ്ടാമത്തെ ലൈനിലോട്ട് പോകാൻ വേണ്ടി. ഇനി നെക്സ്റ്റ് ലൈനിൽ എഴുതേണ്ട കണ്ടന്റാണ് എഴുതാൻ വേണ്ടി യു ടാഗ് ഓപ്പൺ ചെയ്ത് അണ്ടർലൈൻ, നമുക്ക് ഹെഡിങ്ങും കാര്യങ്ങളും ചില ഇമ്പോർട്ടൻറ്റ് നോട്ട്സ് ഒക്കെ നമുക്ക് അണ്ടർലൈൻ ചെയ്യേണ്ടി വരും. അപ്പോൾ യു ടാഗ് ഉപയോഗിക്കാം. യു ടാഗ് എഴുതുക, ടെക്സ്റ്റ് അണ്ടർലൈൻ, യു ടാഗ് എന്താണോ അണ്ടർലൈൻ വരേണ്ടത് ആ കണ്ടന്റ് എഴുതി കൊടുക്കുക, യു ടാഗ് അവിടെ ക്ലോസ് ചെയ്യുക, ബി ആർ നെക്സ്റ്റ് ലൈനിൽ വരാൻ വേണ്ടി. അപ്പോൾ 3 കഴിഞ്ഞ് നാലാമത്തേതാണ് എസ് ടാഗ്, ടെക്സ്റ്റ് സ്ട്രൈക്ക്. സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതിയിരിക്കുന്ന കണ്ടന്റിൻ്റെ മുകളിൽ കൂടി ഒരു വരയ്ക്കണം, വെട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടാഗാണ് എസ് ടാഗ്. എസ് എഴുതുക, ടെക്സ്റ്റ് സ്ട്രൈക്ക്, എസ് ടാഗ് ക്ലോസ് ചെയ്യുക. അത് കഴിഞ്ഞ് ബ്രേക്ക് കൊടുത്ത് ഇനി എസ് ടാഗിന് പകരം സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് സ്ട്രൈക്ക് എന്ന് തന്നെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ എസ്സും സ്ട്രൈക്കും ഒരേ പർപ്പസാണ്, എഴുതിയിരിക്കുന്ന കണ്ടന്റിൻ്റെ മുകളിൽ കൂടി സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എസ് അല്ലെങ്കിൽ സ്ട്രൈക്ക് യൂസ് ചെയ്യുക. രണ്ടും ഒരേ പർപ്പസാണ്. ടെക്സ്റ്റ് സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടി സ്ട്രൈക്ക് ടാഗ് യൂസ് ചെയ്യാം, സ്ട്രൈക്ക് ക്ലോസ് ചെയ്യാം, ബി ആർ ടാഗ്. അപ്പം 5 ടാഗ് നമ്മൾ നോക്കി, 5 അതെ എസ് തന്നെയാണ് സ്ട്രൈക്ക്. അപ്പോൾ മൊത്തം 6 ടാഗുകൾ നമ്മൾ നോക്കി. 1 2 3 4 5. ഇനി 6ാമത്തെ ടാഗ് നോക്കാൻ പോവുക, ബിഗ് എന്ന് പറഞ്ഞ ടാഗ്. ഓൾറെഡി ഉള്ള ടെക്സ്റ്റിൻ്റെ കണ്ടന്റിനേക്കാൾ കുറച്ചും കൂടി സൈസ് വലുതായിട്ട് കാണണമെങ്കിൽ നമ്മൾ ബിഗ് എന്ന് പറഞ്ഞ ടാഗ് യൂസ് ചെയ്യും. ബിഗ് എന്ന് എഴുതി കൊടുക്കുക, കണ്ടന്റ് ടെക്സ്റ്റ് ബിഗ് സൈസ്, ഇത്തിരി കൂടി വലിയ സൈസിൽ വരാനുള്ള കണ്ടന്റ് എഴുതി കൊടുക്കുക, ബിഗ് ടാഗ് ക്ലോസ് ചെയ്യുക. അത് കഴിഞ്ഞ് ഓൾറെഡി ഉള്ള കണ്ടന്റിനേക്കാൾ കുറച്ചും കൂടി ചെറുതായിട്ട് മതിയെങ്കിൽ സ്മോൾ എന്ന് പറഞ്ഞ ടാഗ് യൂസ് ചെയ്യുക, ടെക്സ്റ്റ് എഴുതി കൊടുക്കുക, സ്മോൾ ടാഗ് അവിടെ ക്ലോസ് ചെയ്യുക. ഇനി അപ്പോൾ ഇത്രയും ടാഗുകൾ നമ്മൾ നോക്കി, ബി നോക്കി, ഐ നോക്കി, യു നോക്കി, എസ് നോക്കി, സ്ട്രൈക്ക് നോക്കി, ബിഗ്, സ്മോൾ. ഇനി 2 ടാഗും കൂടിയുണ്ട്, സ്ട്രോങ് ടാഗ്. ഈ ബി ടാഗ് എന്താണോ അതേ പർപ്പസ് തന്നെ മീറ്റ് ചെയ്യുന്ന ഒരു ടാഗാണ് സ്ട്രോങ് ടാഗ്. ബോൾഡ് ആക്കാൻ വേണ്ടി തന്നെ ടെക്സ്റ്റ് ബോൾഡ്, സ്ട്രോങ് ടാഗ്, ബി ടാഗ് അവിടെ ക്ലോസ് ചെയ്ത്. അതുപോലെ തന്നെ ഐ ഇറ്റാലിക്സിന് പകരം ഐക്ക് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വേറൊരു ടാഗാണ് ഇ എം ടാഗ്. ഇ എം ടാഗും ടെക്സ്റ്റ് ഇറ്റാലിക്സ് ആക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. കണ്ടന്റ് എഴുതി കൊടുത്ത് ഇ എം ടാഗ് അവിടെ ക്ലോസ് ചെയ്ത്. അപ്പോൾ ഈ പ്രോഗ്രാമിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ബി ടാഗിന് പകരം നമുക്ക് സ്ട്രോങ് ടാഗ് യൂസ് ചെയ്യാം, ഐ ടാഗിന് പകരം നമുക്ക് ഇ എം ടാഗ് യൂസ് ചെയ്യാം, എസ് ടാഗിന് പകരം നമുക്ക് സ്ട്രൈക്ക് ടാഗ് യൂസ് ചെയ്യാം. പിന്നെ എന്തൊക്കെ ഉണ്ട്, യു ടാഗ് ഉണ്ട്, ബിഗ് ടാഗ് ഉണ്ട്, സ്മോൾ ടാഗ് ഉണ്ട്. അങ്ങനെ മൊത്തം 9 1 2 3 4 5 6 7 8 9 ടാഗുകൾ അടങ്ങിയിരിക്കുന്നതിനെയാണ് ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗുകൾ എന്ന് പറയുക. ഈ എല്ലാ ടാഗിൻ്റെയും പ്രത്യേകത ഇത്രയേ ഉള്ളൂ, ഈ എല്ലാ ടാഗുകളും ഓപ്പൺ ചെയ്യുക, കണ്ടന്റ് എഴുതി കൊടുക്കുക, ക്ലോസ് ചെയ്യുക. ഈ ടാഗുകളൊക്കെ എല്ലാത്തിനും കൂടി കോമൺ ആയിട്ട് 2-3 ഒക്കെ ഒരുമിച്ച് ഓപ്പൺ ചെയ്തിട്ട് കണ്ടന്റ് എഴുതി കൊടുത്ത് ഇതൊക്കെ ഒരുമിച്ച് ക്ലോസ് ചെയ്താലും ആ ഒരൊറ്റ കണ്ടന്റിന് എല്ലാ എഫക്റ്റും കൂടി ഒരുമിച്ച് കിട്ടും. അത് മിസ്സിൽ റൺ ചെയ്തിട്ട് കാണിച്ചു തരാം. ഈ പ്രോഗ്രാം ഒന്ന് സേവ് ചെയ്യാം കേട്ടോ, റൺ ചെയ്ത് കാണിക്കാം. സേവ് ആസ് പ്രോഗ്രാം ഒന്ന് ജസ്റ്റ് സേവ് ചെയ്തിട്ട് റൺ ചെയ്ത് കാണിച്ചു തരാം. എക്സിക്യൂട്ട് ചെയ്ത് അപ്പോൾ നോക്കിയേ, കണ്ട ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ്സ് എന്ന് ഹെഡിങ് കൊടുത്ത് സെൻറ്റർ അലൈൻ ചെയ്തുകൊണ്ട് നടക്കുമെന്ന്. ഇനി ആദ്യം ബി ടാഗ് ഉപയോഗിച്ചപ്പോൾ ടെക്സ്റ്റ് ബോൾഡായിട്ട് വന്നു. ഇനി ഐ ടാഗ് ഉപയോഗിച്ചപ്പോൾ കണ്ടത് ഇതിനേക്കാളൊന്ന് ചരിച്ച് എഴുതി വന്നേക്കണുണ്ട്, അതാണ് ഇറ്റാലിക്സിൽ വന്നിരിക്കുന്നത്. മൂന്നാമത്തത് യു ടാഗ് ഉപയോഗിച്ചപ്പോൾ നമ്മൾ എഴുതിയിരിക്കുന്ന കണ്ടന്റ് അണ്ടർലൈനിലോടുകൂടി വന്നു. ഇനി അത് കഴിഞ്ഞ് ടെക്സ്റ്റ് സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എഴുതിയേക്കണ കണ്ടന്റിൽ കൂടി ഒരു വെട്ട് വന്നേക്കണുണ്ട്. അത് നമ്മൾ ഏത് ടാഗ് ഉപയോഗിച്ചപ്പോഴാണ്, എസ് ടാഗ് ഉപയോഗിച്ചപ്പോഴും സ്ട്രൈക്ക് ചെയ്ത് വന്ന്, സ്ട്രൈക്ക് ടാഗ് ഉപയോഗിച്ചപ്പോഴും സ്ട്രൈക്ക് ചെയ്ത് വന്നു. പിന്നെ ഈ എഴുതിയിരിക്കുന്ന കണ്ടന്റിനേക്കാൾ കുറച്ചും കൂടി വലുതായിട്ടല്ലേ ഇത് വന്നത്, അത് എന്ത് ടാഗ് ഉപയോഗിച്ചപ്പോഴാണ്, ബിഗ് ടാഗ് ഉപയോഗിച്ചപ്പോൾ. ഇനി എഴുതിയിരിക്കുന്ന കണ്ടന്റിനേക്കാൾ കുറച്ചും കൂടി കുഞ്ഞായിട്ട് വന്നതോടെ എന്ത് ടാഗ് ഉപയോഗിച്ചപ്പോഴാണ്, സ്മോൾ ടാഗ് ഉപയോഗിച്ചപ്പോൾ. ഇനി ഈ ടെക്സ്റ്റ് ബോൾഡ് പോലെ തന്നെയാണ് ഇതും ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബിക്ക് പകരം എന്ത് ഉപയോഗിക്കാം, സ്ട്രോങ് ടാഗും ഉപയോഗിക്കാം. ഇറ്റാലിക്സ് ഇത് കണ്ടത് ചരിച്ചെഴുതി വന്നേക്കണുണ്ട, ഇതും ചരിച്ചെഴുതി വന്നിരിക്കുന്നത്. ഇവിടെ ഐ ടാഗ് ഉപയോഗിച്ച് അപ്പോൾ ഐ ടാഗിന് പകരം നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഇ എം ടാഗ് യൂസ് ചെയ്യാം.
മനസ്സിലായെന്ന് വിചാരിക്കണം. അപ്പോൾ ഇനി മിസ് പറഞ്ഞതൊക്കെ കൂടി ഒരുമിച്ച് എഴുതാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ BR കഴിഞ്ഞിട്ട് ഞാൻ താഴെ എഴുതി വെക്കുക. ഇങ്ങനെ എഴുതാം നമുക്ക് വേണമെങ്കിൽ. P ടാഗ് കൊടുത്ത് U ടാഗ് കൊടുത്ത് I ടാഗ് കൊടുത്ത് B ടാഗ് കൊടുത്ത് U ടാഗ് കൊടുത്ത് I ടാഗ് കൊടുത്ത് എത്ര ടാഗുകൾ വേണമെങ്കിൽ ഇങ്ങനെ കൊടുത്തിട്ട് എന്ത് ചെയ്യാം, ഈ ക്ലോസിങ് ടാഗുകൾക്കൊക്കെ മുമ്പ് നമുക്ക് ഇപ്പോൾ വെൽക്കം എന്ന് എഴുതി കൊടുത്തു. അപ്പോൾ എന്താ സംഭവിക്കുക, ഈ വെൽക്കം ബോൾഡും ആവും, അണ്ടർലൈനും ആവും, ഇറ്റാലിക്സും ആവും. നമുക്കൊന്ന് നോക്കാം. എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നോക്കിക്കോ, കണ്ട ബോൾഡായിട്ട് വെൽക്കം ചരിഞ്ഞ് വന്ന് അണ്ടർലൈനും വന്ന്. അപ്പോൾ നമുക്ക് ഒരേ കണ്ടന്റിൽ എന്ത് വേണമെങ്കിലും കൊടുക്കും. ഇനിയിപ്പോൾ വേണമെങ്കിൽ ഒരു സാധനം കൂടി കൊടുക്കും. ഇപ്പോൾ ഞാനിവിടെ സ്ട്രൈക്കും കൂടി കൊടുത്താൽ ഈ എഴുതിയിരിക്കുന്ന കണ്ടന്റിൽ വെൽക്കമിൽ എന്തും കൂടി വരും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓപ്പൺ ചെയ്തിട്ട് കണ്ടന്റ് എഴുതി കൊടുത്തിട്ട് ഇത് ക്ലോസ് ചെയ്യുക. ഇതിന് പ്രത്യേകിച്ച് ക്ലോസിങ്ങിന് ഇന്ന ഓർഡർ ഒന്നുമില്ല കേട്ടോ. ഇപ്പോൾ സ്ട്രൈക്ക് ഇവിടെ ക്ലോസ് ചെയ്യണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. സ്ട്രൈക്ക് വേണമെങ്കിൽ ഇവിടെ ക്ലോസ് ചെയ്താൽ മതി, എവിടെയെങ്കിലും ക്ലോസ് ചെയ്താൽ മാത്രം മതി എന്നുള്ളൂ കേട്ടോ. ഞാൻ ഇതിനൊന്ന് എക്സിക്യൂട്ട് ചെയ്തു, കണ്ട. അപ്പോൾ എഴുതിയിരിക്കുന്ന കണ്ടന്റ് സ്ട്രൈക്കായിട്ട് വന്നു. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്ന ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗുകൾ ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെ ഉപയോഗിക്കണം എന്നുള്ളത് മനസ്സിലായി. ഇനി നമുക്ക് അടുത്തത് ബ്ലോക്ക് കോട്ട് ആൻഡ് ക്യൂ ടാഗ് എന്താണെന്ന് നോക്കാം. ബ്ലോക്ക് കോട്ട് എന്ന് പറയുന്ന ടാഗ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ HTML എഴുതി ഹെഡ് എഴുതി H1 അലൈൻ ഈസ് ഈക്വൽ ടു സെൻറ്റർ കൊടുത്തിട്ട് ബ്ലോക്ക് കോട്ട് ആൻഡ് ക്യൂ ടാഗ് ഇത്രയേ ഉള്ളൂ. ബോഡി ടാഗിൽ ഞാൻ എഴുതുന്ന ഒരു വലിയ ലോങ് കൊട്ടേഷൻസ്, എന്താ പാരഗ്രാഫായിട്ടൊന്നും എഴുതേണ്ട, ബ്രേക്കൊന്നും വേണ്ടാത്ത ലോങ്, എന്താണ് ഇപ്പോൾ വല്ല പോയോ അങ്ങനെയൊക്കെ ഉള്ള വലിയ ലോങ് ആയിട്ടുള്ള കൊട്ടേഷൻസ് ഒരു ഇൻഡൻറ്റ് ചെയ്ത് ഇത്തിരി ഭംഗിയിൽ അലൈൻ ചെയ്ത് ഒക്കെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെ എഴുതുന്ന കണ്ടൻറ്റുകൾ നമുക്ക് ബ്ലോക്ക് കോട്ടിൽ എഴുതി കൊടുത്താൽ അതൊന്ന് ഇൻഡൻറ്റ് ചെയ്ത് ഒറ്റ പാരഗ്രാഫ് പോലെ വരാൻ വേണ്ടി മാത്രം. ഇതിന് പ്രത്യേകിച്ച് വലിയ യൂസ് ഇല്ല. ഈ പറഞ്ഞ പോലെ ലോങ് കൊട്ടേഷൻസ് ഒക്കെ നമുക്ക്, ലോങ് കോഡ്സുകൾ നമുക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ ബ്ലോക്ക് കോഡിൻ്റെ ഉള്ളിൽ എഴുതി കൊടുത്താൽ കുറച്ചൊരു അലൈൻമെൻറ്റോട് കൂടിയുള്ളൊരു ഔട്ട്പുട്ടായിരിക്കും നിങ്ങൾക്ക് വരിക. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, ഇവിടെ ഞാൻ ബ്ലോക്ക് കോട്ടിൻ്റെ ഉള്ളിൽ കുറച്ച് കണ്ടൻറ്റും കൂടെ എഴുതി കൊടുത്തു. ആ കണ്ടൻറ്റ് കഴിഞ്ഞപ്പോൾ ലോങ് ആയിട്ടുള്ളൊരു കണ്ടൻറ്റ്, അത് കഴിഞ്ഞപ്പോൾ ബ്ലോക്ക് കോട്ട് അവിടെ ക്ലോസ് ചെയ്തു. ഇനി അത് കഴിഞ്ഞിട്ട് ക്യൂ ടാഗ് എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ഡബിൾ കോഡ്സ്, കൊട്ടേഷൻസ് നമുക്ക് എന്തെങ്കിലും എഴുതി കൊടുക്കാണ്ടെങ്കിൽ ഡബിൾ കോഡ്സ്, നമുക്ക് വെറുതെ ഡബിൾ കോഡ്സ് ഇട്ടാൽ പോരാ, ക്യൂ ടാഗിൻ്റെ ഉള്ളിൽ വേണം ഡബിൾ കോഡ്സിൽ എഴുതേണ്ട കണ്ടൻറ്റ്. ഇപ്പോൾ ഞാനിവിടെ ക്യൂ ടാഗ് ഓപ്പൺ ചെയ്ത് എനിക്ക് എന്താണോ ഡബിൾ കോഡ്സിൽ വരേണ്ടത് അത് എഴുതി കൊടുത്ത് ക്യൂ ടാഗ് അവിടെ ക്ലോസ് ചെയ്തു. എന്നിട്ട് ബോഡി ടാഗ് ക്ലോസ് ചെയ്ത് HTML ക്ലോസ് ചെയ്ത്. ഇതിന് പ്രത്യേകിച്ച് കൂടുതലൊന്നും പറയാനില്ല. ഡബിൾ കോഡ്സിൽ എന്താണോ വരേണ്ടത് ആ ഡബിൾ കോഡ്സിൽ വരേണ്ട സാധനം ക്യൂ ടാഗിൻ്റെ ഉള്ളിൽ വേണം എഴുതാൻ. ലോങ് കൊട്ടേഷൻസ് എഴുതി കൊടുക്കാൻ വേണ്ടി നമുക്ക് ബ്ലോക്ക് കോട്ട് എന്ന് പറഞ്ഞ ടാഗ് യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് സേവ് ചെയ്തിട്ട് ഞാൻ മിസ് ഒന്ന് റൺ ചെയ്ത് കാണിച്ചു തരാം. നോക്കണ്ട, അപ്പം നേരത്തെ സാധാരണ നമ്മളിപ്പോൾ ഇത് എഴുതുന്ന കണ്ടൻറ്റിൽ ഇങ്ങനെ അറ്റത്തുനിന്ന് തുടങ്ങാം. ബ്ലോക്ക് കോട്ടിൽ കൊടുത്തിട്ട് കുറച്ചും കൂടി ഒന്ന് അലൈൻ ചെയ്ത് ഇൻഡൻറ്റിൽ നല്ലൊരു ലോങ് കൊട്ടേഷനായിട്ട് അവിടെ വരാൻ വേണ്ടിയിട്ടാണ് ബ്ലോക്ക് കോട്ട് യൂസ് ചെയ്തത്. ക്യൂവിൽ എഴുതിയിരിക്കുന്ന കൊട്ടേഷൻ ഡബിൾ കോഡ്സ് കണ്ട, ഡബിൾ കോഡ്സിൽ വന്നിരിക്കുന്നുണ്ട. നമ്മൾ ഡബിൾ കോഡ്സ് ഇട്ട് കൊടുക്കുകയല്ലേ ചെയ്തത്, ക്യൂ ടാഗിൻ്റെ ഉള്ളിൽ എഴുതി കൊടുത്തുകൊണ്ടാണ് അത് ഡബിൾ കോഡ്സിൽ വന്നത്. അപ്പോൾ ഞാൻ ഈ സെയിം പ്രോഗ്രാം തന്നെ എന്ത് ചെയ്യുക, ഈ ബ്ലോക്ക് കോട്ട് ഇവിടെ നിന്ന് മാറ്റാൻ പോവാം, കട്ട് ചെയ്ത്. എന്നിട്ട് ഞാനിതൊന്ന് എക്സിക്യൂട്ട് ചെയ്യാൻ പോവാം. കണ്ട, അപ്പോൾ എന്താ സംഭവിച്ചു, ഈ സാധനം കൂടി ഇങ്ങോട്ട് നീങ്ങി വന്നു. കണ്ട, അതുപോലെ തന്നെ നോക്കി കീപ്പ് യുവർ വേൾഡ് ക്ലീൻ ആൻഡ് ഗ്രീൻ എന്നൊക്കെ പറഞ്ഞ് ഇതിൻ്റെ കൂടെ ഇത് ഡബിൾ കോഡ്സിൽ എഴുതിയ സാധനം വരുന്നു. അതൊക്കെ കൂടി ഒരുമിച്ച് വന്നു. പക്ഷേ അതേസമയം ഞാൻ ഈ കണ്ടൻറ്റ്, ഞാൻ ഈ എഴുതിയിരിക്കുന്ന കണ്ടൻറ്റ് ബ്ലോക്ക് കോട്ടിൻ്റെ ഉള്ളിലാണ് കൊടുക്കണമെങ്കിൽ നിങ്ങൾ ആ വ്യത്യാസം ഒന്നും കൂടി നോക്കുക കേട്ടോ. ഇതിനെ കട്ട് ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്തു. ഇനി ഇതിനൊന്ന് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നോക്കിയാൽ കണ്ട, ഇങ്ങനെ ഒന്ന് വൃത്തിക്ക് വരാനായിട്ട് ഇൻഡൻറ്റ് ചെയ്ത് വരാനാണ് ബ്ലോക്ക് കോട്ട് യൂസ് ചെയ്യുക. ഇനി വേറൊരു കാര്യം കൊണ്ട് മിസ് ചെയ്താൽ, ഇപ്പോൾ ഇവിടെ ചെയ്തോ ബോഡി ടാഗിന് മുമ്പ് എനിക്ക് ഡബിൾ കോഡ്സിൽ വരാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്യൂ, ഡബിൾ കോഡ്സിൽ വരാൻ കേരള എന്ന് എനിക്ക് ഡബിൾ കോഡ്സിൽ വരണമെങ്കിൽ കേരള എന്ന് എഴുതി കൊടുത്ത് ക്യൂ ഓപ്പൺ ചെയ്ത് കേരള എന്ന് എഴുതി ക്യൂ ടാഗ് ക്ലോസ് ചെയ്ത് ഇവിടെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നോക്കി കണ്ട കേരള എന്ന് ഡബിൾ കോഡ്സിൽ വരും. അപ്പോൾ ഡബിൾ കോഡ്സിൽ വരാനാണ് ക്യൂ ടാഗ് യൂസ് ചെയ്യുക.
മനസ്സിലായെന്ന് വിചാരിക്കണം. അത്രയേ ഉള്ളൂ ബ്ലോക്ക് കോട്ട്. ഇനി അടുത്തതാണ് പ്രീ ടാഗ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടാഗാണ് പ്രീ ടാഗ്. പ്രീ ടാഗ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അതൊരു എക്സാമ്പിളോടുകൂടി പറയുന്നതാണ് കുറച്ചും കൂടി നല്ലത്. അപ്പം മിസ് ആ എക്സാമ്പിൾ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ നോക്കി ഈ ഒരു പ്രോഗ്രാം എഴുതിയേക്കുക. ഇത് പ്രീ ടാഗിൻ്റെ ഒരു എക്സാമ്പിൾ. HTML എഴുതി, ഹെഡ് എഴുതി, h1 അലൈൻ ഈസ് ഈക്വൽ ടു സെൻറ്റർ കൊടുത്ത് ഡിസ്പ്ലേയിങ് പ്രീ ഫോർമാറ്റഡ് ടെക്സ്റ്റ്. പ്രീയുടെ ഫുൾ ഫോമാണ് പ്രീ ഫോർമാറ്റഡ് ടെക്സ്റ്റ്. BR എഴുതി, ഹെഡ് ക്ലോസ് ചെയ്ത്, ബോഡിയിൽ ഞാൻ എന്ത് ചെയ്ത് പ്രീ എന്ന് പറഞ്ഞ ടാഗ് ഓപ്പൺ ചെയ്ത്. അതിന് മുമ്പ് പ്രീ എഴുതാണ്ടിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇത്തിരി കൂടി മനസ്സിലായി. ഞാനിവിടെ പ്രീ ടാഗ് ഒന്നും കൊടുത്തിട്ടില്ല. ബോഡി ടാഗിൻ്റെ ഉള്ളിൽ ഹെഡ് കഴിഞ്ഞിട്ട് ഞാൻ ബോഡി ടാഗ് ഓപ്പൺ ചെയ്തു. ബോഡി ടാഗ് ഓപ്പൺ ചെയ്തിട്ട് ഞാനിവിടെ കണ്ട പേരുകൾ എഴുതി കൊടുത്തത് ഒരു പ്രത്യേക ഫോർമാറ്റിൽ എഴുതിയൊക്കെ. ആദ്യം ഇവിടെ മരിയാന്ന് എഴുതി, കുറച്ച് അടുത്ത ലൈനിൽ കുറച്ച് സ്പേസ് ഇട്ട് മായാന്ന് എഴുതി, അടുത്ത ലൈനിൽ കുറച്ച് സ്പേസ് ഇട്ട് മിനുന്ന് എഴുതി, മിൻറ്റുന്ന് എഴുതി. ഇങ്ങനെ ഒരു പ്രത്യേക അലൈൻമെൻറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റിയൊരു ഭംഗിയിലാണ് ഞാൻ പേരുകൾ എഴുതിയിരിക്കണത്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്ത് h1 ഇവിടെ എഴുതിയിരുന്നത് വലുതായിട്ട് കാണാൻ വേണ്ടി ലാസ്റ്റാണ് h1 ക്ലോസ് ചെയ്ത്, ബോഡി ക്ലോസ് ചെയ്ത്, HTML ക്ലോസ് ചെയ്ത്. ഈ പ്രോഗ്രാം ഒന്ന് ഞാൻ റൺ ചെയ്ത് കാണിച്ചു തരാം. സേവ് ചെയ്യട്ടെ. pre.html. അപ്പോൾ ഞാനിത് റൺ ചെയ്യുമ്പോൾ ഇതേപോലെയാണോ ഔട്ട്പുട്ട് വന്നതെന്ന് നോക്കാം നമുക്ക്. കണ്ട പല ലൈനിൽ പല ഫോർമാറ്റിൽ എഴുതിയിട്ട് ഔട്ട്പുട്ട് വന്നേക്കണം. നോക്കിയൊക്കെ കൂടി ഒറ്റ ലൈനിലാണ് വന്നിരിക്കണേ. അതെന്താ കാര്യം? HTMLൻ്റെ പ്രത്യേകത, നമ്മൾ സ്പേസും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും ആ സ്പേസും ഗ്യാപ്പും ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, അതിൽ നിന്ന് എലിമിനേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒറ്റ പേജായിട്ട് HTML ഔട്ട്പുട്ട് കാണിക്കുകയുള്ളൂ. അപ്പം നമ്മൾ എഴുതുന്ന രീതിയിൽ, നമ്മൾ എഴുതുന്ന അതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഔട്ട്പുട്ട് അതേ ഫോർമാറ്റിൽ ഔട്ട്പുട്ട് വരണമെങ്കിൽ നമ്മൾ ഈ എഴുതുന്ന ആ ഫോർമാറ്റിൽ തന്നെ ഔട്ട്പുട്ട് വരാൻ വേണ്ടി നമ്മൾ ആ കണ്ടൻറ്റുകളെ പ്രീ ടാഗിൻ്റെ ഉള്ളിൽ കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇടയ്ക്ക് കൊടുത്തിരിക്കുന്ന ഗ്യാപ്പും ബ്ലാങ്ക് സ്പേസൊക്കെ അതിൽ നിന്ന് എലിമിനേറ്റ് ചെയ്തിട്ട് ഒറ്റ ആ ഗ്യാപ്പൊക്കെ കളഞ്ഞിട്ട് ആയിരിക്കും ബ്രൗസർ അതിൻ്റെ ഔട്ട്പുട്ട് നിങ്ങളെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുക. അത് HTML ഒരു പ്രത്യേകതയാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ തന്നെ ഔട്ട്പുട്ട് വരണം എന്നുണ്ടെങ്കിൽ ആ വരേണ്ട കണ്ടൻറ്റിനെ നമ്മൾ എന്ത് ടാഗിലിട്ട് കൊടുക്കണം? പ്രീ ടാഗിൻ്റെ ഉള്ളിൽ എഴുതി കൊടുക്കാം. ഇപ്പോൾ ഇവിടെ പ്രീ ടാഗ് പ്രീ ടാഗ് ഓപ്പൺ ചെയ്യുക. എനിക്ക് ഇങ്ങനെയാണ് ഔട്ട്പുട്ട് വരേണ്ടതെങ്കിൽ അത് കഴിയുമ്പോൾ ഞാൻ എന്ത് ചെയ്യാം? പ്രീ ടാഗ് ക്ലോസ് ചെയ്യും. ഇനി ഞാൻ ഈ പ്രോഗ്രാം ഒന്ന് എക്സിക്യൂട്ട് ചെയ്യട്ടെ. വേണ്ട, എക്സിക്യൂട്ട് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? വേറെ ഒരു വ്യത്യാസവും വരുത്തിയില്ല. എഴുതി കൊടുത്തത് അതുപോലെ തന്നെ. പ്രീ ടാഗ് ഇല്ലാണ്ടായിരുന്നപ്പോൾ ഔട്ട്പുട്ട് എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായി. പ്രീ ടാഗ് കൊടുത്തപ്പോൾ ഔട്ട്പുട്ട് എങ്ങനെയാണോ നിങ്ങൾ വരേണ്ടതെന്ന് ആഗ്രഹിച്ചത് അതുപോലെ തന്നെ ഔട്ട്പുട്ട് വന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ എഴുതിയിരിക്കുന്ന അതേ ഫോർമാറ്റിൽ തന്നെ ഔട്ട്പുട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗാണ് പ്രീ ടാഗ്. മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ അതിനൊരു ഐഡിയ കിട്ടും. ഇതിൽ കൂടുതൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ പറയണമെന്ന് തോന്നുന്നില്ല. ഇനി ഈ സെഷനിലെ ലാസ്റ്റത്തെ ടാഗാണ് അഡ്രസ് ടാഗ്. അതിന് പ്രത്യേകിച്ച് നമ്മൾക്ക് അഡ്രസ്സ്, അതുപോലെ തന്നെ ഫോൺ നമ്പർ, ഇമെയിൽ അഡ്രസ്സ് ഇതൊക്കെ എഴുതി കൊടുക്കാണ്ടെങ്കിൽ നമുക്ക് സാധാരണ ബോഡി ടാഗിൻ്റെ ഉള്ളിൽ വെറുതെ എഴുതി കൊടുക്കാൻ അതിന് കുഴപ്പമൊന്നുമില്ല. കുറച്ചും കൂടി അഡ്രസ് ടാഗിൽ എഴുതി കൊടുത്താൽ അതിനൊരു മീനിങ് ഉണ്ട്. നമ്മൾ എഴുതാൻ പോകുന്നത് ഒരു അഡ്രസ്സ് ആണെങ്കിൽ അതൊരു അഡ്രസ് ടാഗിൽ എഴുതി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അഡ്രസ് ടാഗുകളെല്ലാം ബ്രൗസറിൽ ഔട്ട്പുട്ടായിട്ട് കാണിക്കുന്നത് ഇറ്റാലിക്സിൽ ഒരു ചരിച്ച് എഴുതുന്ന പോലെയാണ് നിങ്ങൾക്ക് അതിൻ്റെ ഔട്ട്പുട്ട് വരിക. അല്ലാണ്ട് ഇപ്പോൾ അഡ്രസ് ടാഗിൽ തന്നെ എഴുതണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ ഒരു ടാഗ് അവൈലബിൾ ആണ്. അപ്പോൾ വേണമെങ്കിൽ അഡ്രസ്സും ഫോൺ നമ്പറും ഇമെയിൽ അഡ്രസ്സൊക്കെ വെച്ചിട്ട് നമുക്ക് അഡ്രസ് ടാഗിൻ്റെ ഉള്ളിൽ അത് എഴുതി കൊടുക്കാം. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ അഡ്രസ് ടാഗ് എഴുതി, ഹെഡ് ടാഗ് അവിടെ ക്ലോസ് ചെയ്ത്, ബോഡിയിൽ ഞാൻ ജസ്റ്റ് നമ്മൾ നേരത്തെ ബോഡിയുടെ ഒരു ആട്രിബ്യൂട്ട് പഠിച്ചതാണ് BG കളർ. ബോഡി BG കളർ ഈസ് ഈക്വൽ ടു ഡബിൾ കോഡ്സിൽ വാല്യൂ ഗോൾഡ് എന്ന് കൊടുത്തു. അപ്പോൾ ഗോൾഡ് കളറിൽ ബാക്ക്ഗ്രൗണ്ടിൽ വരാൻ വേണ്ടിയിട്ട് അഡ്രസ്സ്. എന്നിട്ട് ഞാൻ അഡ്രസ്സ് എന്ന് പറഞ്ഞ ടാഗ് ഓപ്പൺ ചെയ്ത് നമ്മുടെ അഡ്രസ്സ് എഴുതി കൊടുത്ത്, ഓരോ അഡ്രസ്സിൻ്റെ ഓരോ ലൈൻ കഴിയുമ്പോൾ BR ടാഗ് ഇട്ട് കൊടുത്തത് താഴെ വരാൻ വേണ്ടിയിട്ടാണ്. അഡ്രസ്സ് എല്ലാം എഴുതി കൊടുത്തു കഴിഞ്ഞപ്പോൾ അഡ്രസ് ടാഗ് അവിടെ ക്ലോസ് ചെയ്ത്, ഹെഡിങ് ടാഗിൻ്റെ H1 ടാഗ് ക്ലോസ് ചെയ്ത്, ബോഡി ക്ലോസ് ചെയ്ത്, HTML ക്ലോസ് ചെയ്ത്. അപ്പോൾ നമ്മൾ എഴുതിയിരിക്കുന്ന അഡ്രസ് ടാഗിൻ്റെ ഉള്ളിൽ എഴുതിയിരിക്കുന്നത്. ഇനി എങ്ങനെ എൻ്റെ ഔട്ട്പുട്ട് വന്നതെന്നൊന്ന് നോക്കാം. address.html
ഒന്ന് എക്സിക്യൂട്ട് ചെയ്യാം. കണ്ട, അപ്പോൾ BG കളർ കൊടുത്തുകൊണ്ട് ഒരു ഗോൾഡ് കളർ പോലെ വന്ന്, അത് കഴിഞ്ഞിട്ട് അഡ്രസ് ടാഗിൻ്റെ ഉള്ളിൽ എടുത്തുകൊണ്ട് അതൊന്ന് ചരിച്ച് വന്നു. ചരിച്ച് എഴുതി അഡ്രസ്സ് നല്ല ഭംഗിയിൽ അലൈൻ ചെയ്ത് വന്നു. ഇനിയിപ്പോൾ ഞാൻ ഈ അഡ്രസ് ടാഗ് ഇല്ലാണ്ട് കൊടുത്താൽ ഈ അഡ്രസ് ടാഗ് ഇവിടെ നിന്ന് ഞാൻ മാറ്റുക. ഈ അഡ്രസ് ടാഗ് എഴുതാണ്ട് ഞാൻ ജസ്റ്റ് ഇത് എഴുതിയിരിക്കുന്ന കണ്ടൻറ്റ് എഴുതി കൊടുത്ത് ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെ വന്നേ നോക്കാം. കണ്ട, അപ്പോൾ എന്താ സംഭവിച്ചത്? ആ ഇറ്റാലിക്സ് ഫോണ്ട് പോയിന്ന് മാത്രമേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അഡ്രസ് ടാഗ് ഇല്ലെങ്കിൽ നമുക്ക് അഡ്രസ്സ് എഴുതാം. പക്ഷേ അഡ്രസ് ടാഗ് എഴുതി അതിൽ ഇത്തിരി കൂടി ഒരു ഇറ്റാലിക്സ് ഫോണ്ടിലാണ് അഡ്രസ്സുകൾ റെപ്രസെൻറ്റ് ചെയ്യുക. ആ ഒരു ചെറിയ വ്യത്യാസം മാത്രമേ അഡ്രസ് ടാഗുള്ളൂ. അഡ്രസ്സ് എന്ന് പറഞ്ഞൊരു ടാഗ് അവൈലബിൾ ആയതുകൊണ്ട് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ നോക്കി അഡ്രസ് ടാഗ് ഇവിടെ എന്തുകൊണ്ട് ഇതൊക്കെ കൂടി നടുക്ക് വന്നേ? ഞാൻ ഈ H1 അലൈൻ ഈസ് ഈക്വൽ ടു സെൻറ്റർ കൊടുത്തോണ്ടാണ്. H1 അലൈൻ ഈസ് ഈക്വൽ ടു സെൻറ്റർ എന്നുള്ളത് ഞാനിപ്പോൾ ഹെഡ് ടാഗിന് മുമ്പ് ഇതിവിടെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ, ഇവിടെയാണ് H1 ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ H1 ഇവിടെ ക്ലോസ് ചെയ്തു, എന്നിട്ട് ഈ H1 ഇവിടെ നിന്ന് എടുത്ത് കളഞ്ഞു, എന്നിട്ട് ഇതിനെയാണെന്ന് എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇത് ഇങ്ങനെ വരും. ഇവിടെ വേണ്ട, ഇതുപോലെ വരും. ഇവിടെ എന്താ പ്രത്യേകത? ഇവിടെ നമ്മൾ അഡ്രസ് ടാഗ് കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് ഇവിടെ തിരിച്ച് എന്ത് ചെയ്യാൻ പോകും? ഞാൻ അഡ്രസ് ടാഗ് എഴുതാൻ പോവാം. അഡ്രസ് ടാഗ് എഴുതി കൊടുക്കാം. അഡ്രസ് ടാഗിലേക്ക് ഇടാം. ഇവിടെ അഡ്രസ് ടാഗ് പേസ്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ കണ്ടൻറ്റ് ഒന്ന് ചരിച്ചു വരും. നമ്മൾ ഇറ്റാലിക്സ് ഒന്നും കൊടുത്തില്ല, പക്ഷേ അഡ്രസ് ടാഗിൻ്റെ ഉള്ളിൽ ഓൾറെഡി ഉള്ള ഫോണ്ട് ഇറ്റാലിക്സ് ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിൽ നമ്മൾ പഠിച്ച ഏതൊക്കെ ടാഗുകളാണ്? ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ്സ് ഏതൊക്കെയാണ് ഓർത്തിരിക്കാൻ പറ്റും. B ടാഗ് ബോൾഡ് ആക്കാൻ, I ടാഗ് ഇറ്റാലിക്സ് ആക്കാൻ, U ടാഗ് അണ്ടർലൈൻ ചെയ്യാൻ, അതുപോലെ തന്നെ വലുതായിട്ട് വരാൻ, ബിഗ് ടാഗ് കുറച്ചും കൂടി കണ്ടൻറ്റ് സ്മോൾ ആയിട്ട് വരാൻ സ്മോൾ ടാഗ്, സ്ട്രൈക്ക് ചെയ്ത് വരാൻ S അല്ലെങ്കിൽ സ്ട്രൈക്ക് യൂസ് ചെയ്യാം. എന്താണ് സ്ട്രോങ് എന്ന് പറഞ്ഞ ടാഗ് B ടാഗിന് ഇക്വലൻ്റ് ആണ്. അതുപോലെ തന്നെ I ടാഗിന് ഇറ്റാലിക്സിന് ഇക്വലൻ്റ് ആണ് EM ടാഗ്. സൂപ്പർസ്ക്രിപ്റ്റ്, സബ്സ്ക്രിപ്റ്റ്. സൂപ്പർസ്ക്രിപ്റ്റിൻ്റെ ടാഗ് SUP, താഴെ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് വരാൻ SUB. ലോങ് കൊട്ടേഷൻസ് ഇൻഡൻറ്റ് ചെയ്ത് വരാൻ വേണ്ടി ബ്ലോക്ക് കോട്ട് യൂസ് ചെയ്യാം. ഡബിൾ കോഡ്സിൽ കണ്ടൻറ്റുകൾ എഴുതി വരണമെങ്കിൽ Q ടാഗ് ഓപ്പൺ ചെയ്യാം. നമ്മൾ എഴുതിയിരിക്കുന്ന കണ്ടൻറ്റ് അതുപോലെ തന്നെ ഔട്ട്പുട്ടായിട്ട് വരണം എന്നുണ്ടെങ്കിൽ ബ്ലാങ്ക് സ്പേസും ഗ്യാപ്പൊക്കെ കൊടുത്തത് അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്ക്രീനിൽ വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതെല്ലാം പ്രീ ടാഗിൻ്റെ ഉള്ളിൽ വേണം എഴുതി കൊടുക്കാൻ. ഇനി അഡ്രസ്സുകൾ എഴുതാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്രസ് ടാഗ് എന്ന് പറഞ്ഞൊരു ടാഗും കൂടി അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ സെഷനിൽ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കാം. അപ്പോൾ ഓക്കെ.